എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ അത് പറയത്തില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. ലൈക് മോളില്ലേ, ഷീസ് 19 20 അല്ലേ? she's doing her graduation ബാംഗ്ലൂരിൽ. അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ്, ഞാൻ പറയത്തില്ല. ഷീസ് ഇൻ ബാംഗ്ലൂർ സൈക്കോളജി ചെയ്യാണ്. ഷീസ് 20. മോനുണ്ട്, ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു, 8th ഗ്രേഡിലാണ്. 13. അപ്പൊ അവര് അമ്മയുടെ ലൈക് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ? അവരെപ്പോഴും പറയും, അമ്മ ചന്ദ്രമതി ആയിട്ട് വീട്ടിൽ വരല്ലേ, നമുക്ക് നമ്മളുടെ അമ്മ ആയിട്ട് മതി. ബിക്കോസ് ഇപ്പൊ എന്താണ് പ്രശ്നം പറഞ്ഞാൽ, ഞാൻ തന്നെ ചില സമയത്ത് നോക്കും, ഈ ചന്ദ്രമതി ആയിട്ട് ഹാഫ് ഓഫ് ദ മന്ത് ലൈക്ക് 1 അല്ല 28th 29th മുതൽ നമ്മുടെ ബ്രേക്ക് ഷൂട്ട് തുടങ്ങും. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് 20th ആവും, 21st. അപ്പൊ അത്രേ ദിവസം ഈ ചന്ദ്രമതി ആയിട്ട് ഇരിക്കുമ്പോ എന്റെ പേഴ്സണാലിറ്റി മാറുന്നത് ഞാൻ തന്നെ ചില സമയത്ത് ഐ ഫീൽ ഇറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ റിയ പദ്മ എവിടെ, എനിക്കത് കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. ലാസ്റ്റ് ടൈം തന്നെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. ഷോർട്ടിന്റെ ഇടയിൽ എനിക്ക് വിഷമായി, സങ്കടം, കരച്ചിലൊക്കെ വന്നിട്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒരു ദിവസം അവർ എനിക്ക് ലേറ്റ് വന്നോളൂ. അപ്പൊ ഞാൻ വർക്ക്ഔട്ട് എക്സസൈസ് ഒക്കെ ചെയ്തപ്പോ ബാക്ക് റീചാർജ് ആയി. അപ്പൊ അതുകൊണ്ട് എന്റെ പിള്ളേർ വരും, നമുക്ക് നമ്മളുടെ മമ്മി ആയിട്ട് വന്നാൽ മതി, ചന്ദ്രമതി വേണ്ട. അപ്പൊ ആ ഒരു ഇപ്പൊ I'm not a big actor, പക്ഷെ നമ്മൾ ഈ രൺവീർ സിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോയതൊക്കെ. അപ്പൊ അന്നേരം നമ്മൾ വിചാരിക്കും ഇത് എന്താ പറയുന്നത്, ചുമ്മാ വെറുതെ പറയും. പക്ഷെ ഇപ്പൊ ഐ സ്റ്റാർട്ട് റിയലൈസിങ് ദാറ്റ് നമുക്ക് നമ്മളുടെ ഒരു സ്പേസ്. പിന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ട് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആവും, എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ അത് രാത്രി 10 o'clock പോയിട്ട് കിടന്നുറങ്ങും, രാവിലെ 6 മണി പിക്കപ്പ് പിന്നെയും ക്യാരക്ടറിൽ മോഡിൽ വരും. അപ്പൊ എനിക്ക് ആ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ പറ്റാത്തോണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. അത് എനിക്ക് പഠിക്കണം, എങ്ങനെ അത് ക്യാരക്ടർ എങ്ങനെയാണ് അവർ പെർഫോമൻസിനെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? അതെല്ലാം. ബട്ട് ദെൻ ക്രൈങ് സീൻസ് ഒക്കെ ആവുമ്പോ അവരെന്നെ കളിയാക്കും, എങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ കറിയൊക്കെ. എപ്പോഴെങ്കിലും കരയുന്നൊക്കെ കണ്ടിട്ട് ക്രിഞ്ച് തോന്നിട്ടുണ്ടോ? എനിക്ക് എന്റെ എല്ലാ സീൻ ഞാൻ വിചാരിക്കും, അയ്യോ ഐ കുഡ് ഹാവ് ഡൺ ദിസ് ബെറ്റർ. ഇതെന്താ എന്റെ ചുണ്ട് ഇങ്ങനെ പോകുന്നു, എന്റെ കൈ എന്താ ഇങ്ങനെ പോകുന്നു. ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. പിന്നെ ആ സമയത്ത് ചില സമയത്ത് ഇംപ്രവൈസ് ചെയ്യും, എന്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കണം, ചുണ്ട് ഇങ്ങനെ ഇരിക്കണം ഒക്കെ ഓർത്തിട്ട് ചെയ്യും. പക്ഷെ then it becomes very artificial. But my kids they don't watch my serial. അവർ ഒരിക്കലും കാണൂല. ഞാൻ എന്തെങ്കിലും സ്റ്റോറിയിൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രം അവർ കാണാറുള്ളൂ. ഒരു ബീങ് ആൻ എയർ ഹോസ്റ്റസ് ആണോ അല്ലെങ്കിൽ ഒരു ലൈക് ആക്ട്രസ് ആണോ കൂടുതൽ പാട്? മണി വൈസ് നോക്കുമ്പോൾ ബീങ് ആൻ എയർ ഹോസ്റ്റസ്, ലൈക്ക് യു നോ, it is a glamorous, this is also a very glamorous job, but this job, no, both has its, because adum odd hours, international flights ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം. ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയാവുന്നില്ല. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡീനെ കുറെ അഫക്ട് ചെയ്യും. യു ആർ അണ്ടർ പ്രഷർ, റൈറ്റ്? ഇവിടെയും നമ്മൾ എൻഡ്ലെസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് 18-19 hours വി ആർ വർക്കിംഗ് വിത്ത് ദാറ്റ് മേക്കപ്പ്, ഹെയർ ഡു. സോ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇരുന്ന് ഉറങ്ങും, കിടക്കാൻ പറ്റൂല. അപ്പോൾ ഡിഫിക്കൽട്ട്. ആ ഒരു ജോബ് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? ഓ, ഐ ഡെഫിനറ്റ്ലി മിസ്. പക്ഷേ അതിൽ ഇവിടെ വർക്കിംഗ് അല്ല. It's just like those dummies looking very pretty, smelling good, meeting the passengers. Emergency vannal, yes, we are the heroes. Because നമുക്ക് അവിടെ എമർജൻസിയിൽ നമ്മളുടെ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാനാണ് മെയിൻ ജോബ്. പക്ഷെ അത് ടച്ച് വുഡ് ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുവരെ വന്നില്ല. അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, പ്രൈം മിനിസ്റ്റർ മാറി, ഇലക്ഷൻ ഇതായി, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് now since mobiles are there, എന്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല. സംതിങ് ഹാപ്പൻ when you come back you come to know. Otherwise this portion is always shut. ഇനി എയർലൈൻകാരൻ എന്നെ ഇതിന് എന്തെങ്കിലും ട്രോൾ ചെയ്യോ എനിക്ക് അറിഞ്ഞൂടാ. മൊത്തം ടെൻഷൻ ആണല്ലോ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കേറുമ്പോ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറയില്ലേ, now don't tell me to do that. I've forgotten it. like ഒരു 2 വരി. Good morning, ladies and gentlemen. This is your Captain Ria. On board, you're with your first officer, blah, blah, blah.
I welcome you on board KU 351, bound to take off from Cochin to Kuwait. The flying time would be 5 hours 12 minutes. We'll be flying at an altitude of 33,000 feet. The flying time would be, sorry,